വിശുദ്ധന്മാരായ ഏവർക്കും നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ വന്ദനം. G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾപ്പാൻ അല്പസമയം കൂടെ നിങ്ങൾ വേർതിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവ്യവചനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാരും കാതോർത്തു നിൽക്കുന്നു. പക്ഷേ ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. അവരൊക്കെയും നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കൾ ആകുന്നുവെന്ന് വചനാനുസൃതമായി വിശുദ്ധ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 1 ലേഖനം 1 10 വാക്യവും 11 എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 2 വാക്യം, നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതർക്കും സ്വന്തം ജനവുമാകുന്നു എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി നാം എത്രയോ ഭാഗ്യവാന്മാരാണ്, നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ ലേവി ഗോത്രത്തിൽ അഹരോൻ്റെ മക്കൾക്ക് മാത്രം ചെയ്യുവാൻ അനുവാദം കൊടുത്തിരുന്ന ഈ ശുശ്രൂഷ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന ജാതികളായിരുന്ന നമ്മളെ വിളിച്ച് നമ്മളുടെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നോർക്കുമ്പോൾ പകരമായി എന്ത് ചെയ്യുവാൻ കഴിയും, എന്ത് കൊടുക്കുവാൻ കഴിയും? കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിൻ്റെ ക്രൂശ് മരണം പഴയ നിയമത്തിലെ 6 വിധ യാഗങ്ങളുടെ പൂർത്തീകരണമായിരുന്നു എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. യേശുക്രിസ്തുവിൻ്റെ വിചാരണയുടെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. ദൈവപുത്രൻ്റെ വിചാരണയുടെയും വിസ്താരത്തിൻ്റെയും അന്ത്യമായി പീലാത്തോസിൻ്റെ കോടതി യാതൊരു കുറ്റവും ഇല്ലാത്ത ദൈവകുഞ്ഞാടിനെ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് അവരുടെ ആസ്ഥാന കോടതിയിൽ വെച്ച് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടു. നാടുവാഴികളുടെ പടയാളികൾ ദൈവപുത്രനെ കൈക്കൊണ്ടു. റോമൻ പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് തലയിൽ വെച്ചതിനാൽ തലയോടിടം വരെയുള്ള ആ വഴി മുഴുവൻ രക്തം വമിച്ച് തുള്ളി തുള്ളിയായി ഒഴുകി തുടങ്ങി. തന്നെയുമല്ല, മുഖത്തുനിന്നും രോമം പറിച്ചെടുത്തതിനാൽ കവിളിൽ നിന്നും രക്തം. 50 യെശയ്യാപ്രവചനം 6 വാക്യമാണ് അത്. മാത്രമല്ല, കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന് കമഴ്ത്തി കിടത്തി കോൽ കൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചു. അടിപ്പാടുകളിൽ നിന്നും രക്തം ഒഴുകി. മത്തായി എഴുതിയ സുവിശേഷം 27 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. നിലത്ത് പതിച്ച് വീണുകൊണ്ടിരുന്നത് മാത്രമല്ല, ക്രൂശിൽ തറച്ച ശേഷം അവസാനമായി ദൈവപുത്രൻ്റെ മരണം ഉറപ്പാക്കുന്നതിനായി ക്രൂശീകരണാനന്തരം കാവൽ നിന്ന പടയാളികളിൽ പ്രധാനികളിൽ ഒരുവനായിരുന്നവൻ അവൻ്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട്, എന്തിനാണ് കുന്തം എടുത്തത് എന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർ അവനെ കൊണ്ടുപോകുമ്പോൾ പ്രത്യാക്രമണം നടത്തി രക്ഷപ്പെടുത്താതിരിപ്പാൻ ആയുധവാഹികളായി പോയ പടയാളികൾ കുന്തം കൊണ്ട് ദൈവപുത്രൻ്റെ വിലാപ്പുറത്ത് കുത്തി. കുന്തം പുറത്തെ വാരിയെല്ലുകൾക്കിടയിൽ കൂടി ഒരെല്ല് പോലും ഒടിഞ്ഞിട്ടില്ല. കാരണം അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകുകയില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കുന്തം അകത്ത് കയറി ഹൃദയം തുരന്ന് അകത്ത് പ്രവേശിച്ച് ഹൃദയത്തിനുള്ളിലുണ്ടായിരുന്ന രക്തവും വെള്ളവും പുറത്തു വന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 34 വാക്യം. അപ്രകാരം ഗെത്സെമനി തോട്ടം മുതൽ ഗോൽഗോഥായിലെ ക്രൂശിൻ്റെ അടിവാരം വരെ ധാരധാരയായി ഒഴുകിയെന്ന രാജാവും കർത്താവുമായ ദൈവപുത്രൻ. മത്തായി സുവിശേഷം 27:37, ലൂക്കോസിൻ്റെ സുവിശേഷം 23:38, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:20. അവനാകുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാട്. രാജകീയ പുരോഹിതവർഗമായ നമ്മുടെ വീണ്ടെടുപ്പും വിശുദ്ധീകരണവും സാധ്യമാക്കി തീർത്തത് ഈ ദൈവ കുഞ്ഞാടിൻ്റെ മരണമുഖാന്തരമത്രേ. നാം മരിക്കേണ്ടിടത്ത് നമുക്ക് വേണ്ടി ദൈവപുത്രൻ മരിച്ചു. നാം അനുഭവിക്കേണ്ട ഓരോ തെറ്റുകൾ ചെയ്തതിന് ലഭിക്കേണ്ട ശിക്ഷകൾ മുഴുവൻ ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രൻ തൻ്റെ സ്വന്തം ശരീരത്തിൽ നമുക്ക് വേണ്ടി വഹിച്ചു നമ്മളെ സ്വതന്ത്രരാക്കി. ഇതിന് പകരം നമ്മൾ എന്ത് പകരം കൊടുക്കും? പ്രിയ വിശുദ്ധന്മാർ,
നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് ചോദിച്ചു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും തക്കവണ്ണം ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഒന്നും കൊടുക്കണ്ട. ഭൂമിയിലെ വെള്ളിയും പൊന്നും അവനുള്ളത്, കാട്ടിലെ സകല മൃഗങ്ങളും ആകാശത്തിലെ സകല പക്ഷികളും ഭൂമിയും ഇതിൻ്റെ പൂർണ്ണതയും അവനുള്ളത്. ഇത്ര മഹാസമ്പന്നനായ ദൈവത്തിന് നാം ദൃശ്യവും ലൗകികമായ ഏത് കാര്യം കൊടുത്താലും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്ത് ചെയ്യണം? രക്ഷയുടെ പാനപാത്രം കരങ്ങളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതി. പഴയ നിയമയാഗങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതാണ് നാം അടുത്ത് അല്പസമയം ചിന്തിപ്പാൻ പോകുന്നത്. ദഹനയാഗങ്ങളിൽ ബേൺഡ് ഓഫറിങ്, അതാണ് ഒന്നാമത്തേത്. ഇതിന് എബ്രായ ഭാഷയിൽ ഓല ആലേഹ്, OLAHALAH, ഓല ആലേഹ് എന്നാണ് പറയുന്നത്. ഈ പദത്തിന് ഉയരത്തിലേക്ക് കരേറിപ്പോകുന്നതെന്നാണ് അർത്ഥം. വേദപഠിതാക്കളായ പുതിയ പുരോഹിതന്മാർക്കും യാഗസംബന്ധമായ വിഷയം പഠിക്കേണ്ടതിന് നമ്മുടെ കൈവശം ഇരിക്കുന്ന പഴയ നിയമഗ്രന്ഥം ആരായേണ്ടതുണ്ട്. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് പഴയത് നിറവേറിയെന്ന് പറഞ്ഞ് പഴയ നിയമം താളുകളായി വലിച്ചു കീറുകയോ പഴയ നിയമം ഉപേക്ഷിച്ചിട്ട് പുതിയ നിയമം കൊണ്ട് നടക്കുകയോ ചെയ്യരുത്. പഴയതും പുതിയ നിയമവും അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. എബ്രായർ പഴയ നിയമം മാത്രം ഉപയോഗിക്കുന്നു. നമ്മൾ പഴയ നിയമം ഉപയോഗിക്കുന്നതിന് കാരണം പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മൂലാർത്ഥങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും പഴയ നിയമത്തിലുള്ളത് കൊണ്ടാണ്. പഴയ നിയമ പുസ്തകത്തിലെ ഭൂരിപക്ഷം ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് എബ്രായ ഭാഷയിലാണല്ലോ. അതിലും വിശേഷാൽ യാഗസംബന്ധമായ നിയമങ്ങൾ, വിവരങ്ങൾ, എല്ലാ വ്യവസ്ഥകളും എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആകയാൽ എബ്രായ ഭാഷയിൽ യാഗം എന്ന പദത്തിൻ്റെ മൂലപദം ശ്രദ്ധിക്കുക ആവശ്യമാണ്. മൂലഭാഷയാകുന്ന എബ്രായ ഭാഷയിൽ യാഗം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം സേബാഹ് എന്നാണെന്ന് നാം കണ്ടു. ഈ പദത്തിന് ചൂർണമാക്കുക, ഭസ്മമാക്കുക, എരിഞ്ഞടങ്ങുക എന്നാണ് അർത്ഥം. യാഗത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞത്, സേബാഹ്. അതിൻ്റെ അർത്ഥമാണ് നാം കണ്ടത്, ഉയരത്തിലേക്ക് കരേറിപ്പോകുക. ഇത് രണ്ടും കുഴയ്ക്കരുത്. തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആദ്യ യാഗം ആദാം ഹവ്വമാർ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി അവർ ഇരുവരുടെയും മുൻപിൽ വെച്ച് യഹോവയാകുന്ന ദൈവം യാഗാർപ്പകനായി പാപം ചെയ്യാത്ത ഒരു കുഞ്ഞാടിനെ യാഗം അർപ്പിച്ചായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-21 പാപിയായ മനുഷ്യൻ്റെ പാപപരിഹാരാർത്ഥവും പ്രായശ്ചിത്തവുമായി പാപം ചെയ്യാത്ത ഒരു കുഞ്ഞാടിനെ യാഗമർപ്പിച്ചു. ആ കുഞ്ഞാട് കാലസമ്പൂർണതയിൽ ആദാമ്യ സന്തതി എന്ന മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം കാൽവറിയിൽ ക്രൂശിൽ പരമയാഗമായി തീർന്ന ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു അത്രേ എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-29-35 യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകവും പരമവുമായ സത്യം, ഈ സത്യം ഒരു കാലത്തും വിസ്മരിച്ചുകൂടാ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13-8 യോഹന്നാൻ ഈ പരമസത്യം സർവജന സമക്ഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരമയാഗ തീരുമാനം ലോകസ്ഥാപനത്തിന് മുൻപ് സർവജ്ഞാനിയായ ദൈവം തൻ്റെ കൗൺസിലിൽ എടുത്തതത്രേ. യെശയ്യാപ്രവചനം 6-8-10 ഇവിടെ പരമോന്നതനായ ദൈവം പ്രപഞ്ചോത്പത്തിക്ക് മുൻപ് തന്നെ, ആരംഭത്തിൽ തന്നെ, അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിറവേറും എന്ന് ദൈവമാകയാൽ താൻ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കുവാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ വചനത്താൽ സൃഷ്ടിക്കുവാൻ പോകുന്ന ലൂസിഫർ എന്ന ഭാവി സാത്താൻ വഞ്ചിച്ച് പാപത്തിനും മരണത്തിനും അധീനനാക്കും എന്ന് മുന്നറിഞ്ഞുകൊണ്ട് ചെയ്ത പരിപാടിയാണ്. ദൈവം ആരാകുന്നു എന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 46:10 എഴുതിയിട്ടുണ്ട്. സ്നേഹസ്വരൂപിയും
സ്നേഹസമ്പന്നനുമായ ദൈവം പാപം ചെയ്ത് മരണത്തിന് അധീനനായി തീർന്ന മനുഷ്യൻ നിത്യമരണത്തിന് അധീനനായി തീരാതിരിപ്പാൻ ഉപാധി നിർണയിച്ചു. ആ നിർണയത്തിൻ പ്രകാരം ഓരോരോ യാഗത്തിലും പാപവിമുക്തി പ്രാപിക്കുവാൻ മൃഗയാഗത്താലുള്ള നീതീകരണം, എരിഞ്ഞടങ്ങുന്ന നേരിയ മാവ് കൊണ്ടുള്ള ഭോജനയാഗം, മനസ്സാക്ഷി, ന്യായപ്രമാണം, പ്രവാചക പുരോഹിതന്മാരുടെ ശുശ്രൂഷ എന്നിവ നിർക്ഷരിച്ച് നൽകി. എന്നാൽ ഇവയൊന്നും പാപപരിഹാരം വരുത്തുവാൻ പര്യാപ്തം അല്ല. അത് സാധിക്കാതെ വരുമ്പോൾ ഒരു യുഗമുണ്ട്, ഇനി എന്തു ചെയ്യും എന്നും അതിന് പാപപരിഹാരാർത്ഥം ആരെയാണ് അയക്കേണ്ടത്, നമുക്ക് വേണ്ടി ആർ നമ്മുടെ സ്ഥാനാപതിയായി അപ്പസ്തലനായി പോകും, പ്രതിനിധിയായി പോകും എന്നുള്ള ചോദ്യം സ്വർഗത്തിൽ ദൈവം തന്നെ ചോദിച്ചു. പിതാവിൻ്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രൻ സഹിപ്പാനുള്ള സകല വ്യഥകളെയും കഷ്ടതകളെയും പങ്കപാടുകളെയും മുന്നറിഞ്ഞുകൊണ്ട് കൊടുത്ത ഉത്തരം ആണ് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന്. കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ അബദ്ധവശാൽ അറിയാതെ അനുഭവിച്ചതല്ല, സുബദ്ധത്താൽ അറിഞ്ഞുകൊണ്ട് തന്നെ അനുഭവിച്ചതാണ്. പുത്രൻ മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം സ്ത്രീയുടെ സന്തതിയായി. ഉൽപ്പത്തി പുസ്തകം 3:15. മനുഷ്യനെ അവതരിപ്പാൻ മാത്രം പോരാ, അതിന് താൻ അനുഭവിച്ചു തീർക്കേണ്ട കഷ്ടതകളുടെ കരടിരേഖയും പ്രവചനമാക്കി 101 അതേ വിഷയങ്ങളിൽ കൂടി തിരുവചനത്തിൽ തൻ്റെ ജഡാവതാരത്തിന് 4000 വർഷം മുതൽ, അതായത് ആദാമിൻ്റെ കാലം മുതൽ 380 വർഷം മുൻപ് മലാക്കിയുടെ പ്രവചനം വരെ 25 പ്രവാചകന്മാർ മുഖാന്തരം മുൻനുര ചെയ്തു. സങ്കീർത്തനം 22:1 മുതൽ 31, 40:6-7, യെശയ്യാപ്രവചനം 53 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവയെല്ലാം അക്ഷരം പ്രതി അനുഭവിച്ച് ഒരു ഉപമയും ഏകവും അത്യന്തവുമായ യാഗങ്ങളിൽ കൂടി സ്തോത്രം അനുഭവിച്ച് ഏകവും പരമവുമായ യാഗമായി മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള യാഗപരിപാടി തൻ്റെ സ്വന്തം ശരീരത്തിൽ നിവർത്തിച്ചു. അതുകൊണ്ടാണ് ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞിട്ട് എല്ലാം നഷ്ടമായി പോയല്ലോ, അനുഗമിച്ചത് തെറ്റായി പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുമ്പോൾ അവരോടുകൂടെ ചേർന്ന് അവരുടെ ഭവനത്തിൽ ചെല്ലുന്നിടം വരെ വഴിയാത്രയിൽ നടന്ന് പോയി അവസാനം അവരുടെ ബുദ്ധി തുറന്നു. ദൈവപുത്രൻ ഉര ചെയ്ത് ഇങ്ങനെയാണ്, ഇങ്ങനെ മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സകല പ്രവചനങ്ങളും നിറവേറ്റിക്കൊണ്ട് മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ. ദൈവത്തിന് സ്തോത്രം. ഇவ்விധത്തിൽ താൻ അനുഭവിച്ച പരമവും ഏകവുമായ യാഗമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ശരീരത്തിൽ താൻ അനുഭവിച്ചു. അടുത്തത് യവന ഭാഷയിൽ യാഗം എന്നുള്ള ശബ്ദം അതിന് കൊടുത്തിരിക്കുന്ന പദം ഥൂസിയ, THUSIA എന്നത്രേ. തീയിൽ എരിഞ്ഞ് ചൂർണമാകുക, തീയിൽ എരിഞ്ഞ് ഭസ്മമാകുക, തീയിലെരിഞ്ഞ് ചാരം ആകുക എന്നൊക്കെയാണ് തൂസിയ എന്ന പദത്തിൽ നിന്നും അർത്ഥമാകുന്നത്. തമിഴിലും തൂസി എന്ന പദത്തിന് പൊടി എന്നാണ് അർത്ഥം. ഏത് യാഗാർപ്പണത്തിൻ്റെയും പ്രധാന ലക്ഷ്യം ദൈവപ്രസാദം ലഭിക്കുക എന്നത്രേ. ഹോശയ്യാ പ്രവചനം 6:6, മത്തായി എഴുതിയ സുവിശേഷം 9:13. രണ്ടാമത് ദൈവത്തിൽ നിന്ന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കണം എന്നുള്ളതാകുന്നു. എബ്രായർ 11:4 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായിരുന്നു ഹാബേൽ കഴിച്ച യാഗത്തിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ ജനങ്ങളുടെ 40 സംവത്സരങ്ങളിലെ പ്രയാണവേളയിൽ അവർ 48 സ്ഥലങ്ങളിൽ പാളയം അടിച്ചു താമസിച്ചു. ആ ചരിത്രം മോശയെ സംഖ്യാപുസ്തകം 33:3 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവർ ഏതൊരു സ്ഥലത്ത് പോകണമെങ്കിലും പാളയം അടിക്കണമെങ്കിലും അവർക്ക് വഴി കാണിക്കേണ്ടതിന് യഹോവയായ ദൈവവും തൻ്റെ ദൂതന്മാരും മേഘവും
അവർക്ക് മുൻപേ പോകും. പുറപ്പാട് പുസ്തകം 13:21, 14:9, 23:23, ആവർത്തന പുസ്തകം 1-ാം 32-33, നെഹമ്യാവിൻ്റെ പുസ്തകം 9-19 എന്നീ വാക്യങ്ങളിൽ ഇവയെക്കുറിച്ച് ദർശിക്കുവാൻ കഴിയും. ഈ സ്ഥലങ്ങളിലെല്ലാം ലേവ്യർ സാക്ഷ്യ നിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഒരിടത്തു നിന്ന് അഴിച്ചെടുക്കുകയും അത് ചുമലിൽ വഹിക്കുകയും അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അത് നിവർത്തുകയും പാളയം അടിച്ച ശേഷം അവർ സാക്ഷ്യ നിവാസത്തിന് ചുറ്റും തങ്ങളുടെ കൂടാരം അടിച്ച് പാർക്കുകയും ചെയ്യും. സംഖ്യാപുസ്തകം 1-ാം 47 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഈ സാക്ഷ്യകൂടാരം ദൈവത്തിൻ്റെ സാന്നിധ്യം എഴുന്നരുളിയ സ്ഥലമായിരുന്നു. അത് ഒത്ത നടുവിലാണ്, പാളയത്തിൻ്റെ നടുവിൽ. ഇതിനെ കണ്ടുകൊണ്ടാണ് കർത്താവ് തിരുവായി മൊഴിഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന്. അടുത്തത് അല്പം കൂടി വിചിന്തനമായി പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഒത്ത നടുഭാഗമാകുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ നിവാസമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ഇതിൻ്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. സമാഗമന കൂടാരത്തിലുള്ള വിവിധ ഉപകരണങ്ങളിൽ ചുമന്നുകൊണ്ട് പോകേണ്ടുന്ന ഉപകരണങ്ങൾ: 1 പെട്ടകം, പുറപ്പാട് ദിവസം 25-14. 2 മേശ, പുറപ്പാട് ദിവസം 25, 26, 27. 3 ധൂപപീഠം, പുറപ്പാട് പുസ്തകം 30-4-5. 4 യാഗപീഠം, പുറപ്പാട് പുസ്തകം 27-4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എന്നിവ തന്നെ. അതിന് അവയുടെ പാർശ്വങ്ങളിൽ വളയങ്ങൾ ചെലുത്തി തണ്ടുകൾ ഊരാതെ ഇരിക്കണം. യാഗപീഠത്തിന് 4 കോണുകളിലും അതിൽ നിന്ന് തന്നെ 4 കൊമ്പുകൾ ഉണ്ടാക്കണം. ഈ കൊമ്പുകൾ പരമോന്നതനായ മഹാദൈവത്തിൻ്റെ ശക്തിയുടെ പര്യായമത്രേ. സമാഗമന കൂടാരത്തിൽ അർപ്പിക്കപ്പെടുന്ന ഏത് യാഗവസ്തുവിൻ്റെയും രക്തം കൊമ്പുകളിന്മേൽ പുരട്ടണം എന്നത് ദൈവിക നിയമമായിരുന്നു. പുറപ്പാട് പുസ്തകം 29-12, ലേവ്യ പുസ്തകം 4-7, 18, 25, 30, 34, 8-ാം 15, 9-ാം 9, 16-ാം 18. ഇതിൻ്റെ സാരാംശം, പുതിയ നിയമ രാജകീയ പുരോഹിതവർഗമാകുന്ന നാം ഓരോരുത്തരും വരിക്കുന്ന ഏത് ജയവും തിന്മയുടെയും മേൽ, റോമർക്കെഴുതിയ 12-21, ലോകത്തിൻ്റെ സകല മാലിന്യമായതിന്മേലും, പത്രോസിൻ്റെ 2-20, ദുഷ്ടനായ പിശാചിൻ ആയാൽ അവൻ്റെ മേലും, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-13, 14, 4-4, 5-ാം 4-5, ഏത് വിധത്തിലുള്ള അന്ധകാരത്തിൻ്റെ വ്യാപാരത്തിന്മേലായാലും, വെളിപ്പാട് പുസ്തകം 12-11. അവസാനമായി മനുഷ്യൻ അവൻ്റെ അവസാന ശത്രുവായ മരണത്തിന്മേലും തന്നെ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 15-ാം 26-57 വാക്യങ്ങൾ. എത്ര വലിയതും ബലമുള്ളതും ആയാലും യാഗമൃഗത്തെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ, സങ്കീർത്തനം 118-27-28, സ്വന്തം ശക്തിയാൽ അവ അതിൽ നിന്നും വേർപെടുത്തുവാനോ സാധിക്കാതെ യാഗപീഠത്തിൽ അവസാനിക്കുന്നതിനുദാഹരണമായിരുന്നു അജയ്യനായി നടന്ന് വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ഇഴച്ച് തടവിലേൽപ്പിച്ച് സഭയെ മുടിച്ചു കൊലപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വന്ന ശൗലിൻ്റെ ചരിത്രം. അതുകൂടെ മറക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 7-58, 8-3 ആദിയായ ധാരാളം വചനങ്ങളുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനുവേണ്ടി താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു, പുത്രൻ്റെ നാമത്തിൽ തന്നെ.